നമസ്കാരം. പാർലമെന്റിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ദിവസമായിരുന്നു. മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ നല്ല ആശയമായിരുന്നെങ്കിലും പൊട്ടിപ്പാളീസായെന്ന് രാഹുൽ തുറന്നടിച്ചു. അത് ചൈനയോടുള്ള വിധേയത്വം അപകടകരമാക്കി. യുദ്ധമുണ്ടായാൽ വിവരമറിയും എന്ന മുന്നറിയിപ്പും രാഹുൽ നൽകി. ചൈനയുടെ കടന്നുകയറ്റത്തെപ്പറ്റി പറഞ്ഞ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സൈനിക മേധാവി തള്ളിയെന്ന് വരെ രാഹുൽ ആരോപിച്ചു. അമേരിക്കയിലേക്ക് പോകാനിരിക്കുകയാണ് മോദി. ആ പോക്കിന്റെ മുഴുവൻ പകിട്ടും ഒറ്റവാചകത്തിൽ രാഹുൽ തകർത്തു. ജയശങ്കറെ അയച്ച് ട്രംപിന്റെ ക്ഷണം സംഘടിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി പോളിംഗ് പടിവാതിൽക്കൽ നിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രാഹുൽ വെറുതെ വിട്ടില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നടന്നത് മുഴുവൻ തട്ടിപ്പെന്ന് രാഹുൽ കണക്കുകൾ നിരത്തി. തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും BJP-യിലെ OBC MP-മാർ നാവനക്കാൻ കഴിയാതെ തടവിലെന്ന് ഒളിയമ്പ്. ഭരണഘടനയും ജാതി സെൻസസും ഉയർത്തി എല്ലാം പ്രതിരോധിക്കപ്പെടും എന്ന ആഹ്വാനം. അങ്ങനെ പാർലമെന്റിൽ മുഴങ്ങിയത് ഒരു വിഗ്രഹഭഞ്ജകന്റെ ശബ്ദമോ? അതിൽ ആരെല്ലാം പ്രതിരോധത്തിലായി? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. രാഹുലിന്റെ തുറന്നടിക്കലോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, BJP-യിൽ നിന്ന് K. സോമൻ, CPM-ൽ നിന്നും A. റഹീം MP, മാധ്യമപ്രവർത്തകൻ സന്തോഷ് ജോയി എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ K. സോമൻ, ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്ന വിമർശനങ്ങളോടുള്ള BJP-യുടെ പ്രതികരണം എന്താണ്? ശ്രീ വേണു, രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിനുള്ളിൽ നമ്മുടെ പാർലമെന്റ് സംവിധാനത്തെ വിദേശ രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്ന സമീപനം പാർലമെന്റിൻ്റെ ഉള്ളിൽ സ്വീകരിച്ചു. പാർലമെന്റിന് പുറത്ത് രാഹുലിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത പദവി വഹിക്കുന്ന രാഷ്ട്രപതിയെ അപമാനിച്ചു. വിദേശത്ത് പോയി നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന സമീപനം ഈ രാഹുൽ ഗാന്ധിയുടെ പതിവാണ് എന്നുള്ളത് പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിമർശിക്കപ്പെടുകയാണ്. എവിടെ? മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടാണ്. കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമാണ്, നിയമാനുസൃതമാണ്, സുതാര്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്ന ഒരു സംവിധാനമല്ല. നമ്മുടെ കോടതികളെ കുറ്റപ്പെടുത്തുകയാണ് വിദേശത്ത് പോയിട്ട്. ഇവിടെ ജനാധിപത്യമില്ലെന്ന് വിദേശത്ത് പോയിട്ട് പറയുകയാണ്. ചൈനയോടിപ്പോൾ പുതിയൊരു പ്രേമം വരികയാണ്. അമേരിക്കയിൽ പോയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തതാണല്ലോ. ഇന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞിട്ടുണ്ടല്ലോ, ചൈന നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലെ ഭൂപ്രദേശം കയ്യേറി, തെളിവുണ്ടെങ്കിൽ പാർലമെന്റിൽ അവതരിപ്പിക്കൂ, പാർലമെന്റിൽ വെക്കൂ എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? തുടർച്ചയായി നമ്മുടെ നാടിനെയും നാട്ടിൻ്റെ സംവിധാനത്തെയും അപമാനിക്കുന്നത് ഈ അമ്മയും മകനും തുടരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇന്ന് രാഹുൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗവും കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ അമ്മ പാർലമെന്റിന് പുറത്ത് ആദരണീയയായിട്ടുള്ള രാഷ്ട്രപതിയെ പരിഹസിച്ചതും. ഈ നിലയിലാണ് BJP നോക്കിക്കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന അമേരിക്കയിൽ ഈ ജയശങ്കർ പോയി മോദിക്കുള്ള സന്ദർശനം, ഒരു ക്ഷണം സംഘടിപ്പിച്ചു എന്ന കാര്യം ഒഴിച്ചു നിർത്തിയാൽ വസ്തുതയുടെ പിൻബലമില്ലാത്ത എന്ത് കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ എന്താണോ കരസേനാ മേധാവി പറഞ്ഞത് അത് രാഹുൽ അവിടെ പറഞ്ഞാലും ഇല്ലെങ്കിലും മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വിദേശകാര്യ വക്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ പറയുന്ന കരസേനാ മേധാവിയും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ സെയിം പേജിലാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും കരസേനാ മേധാവിയുടെ പ്രതികരണമുണ്ട്. അതിർത്തിയുമായി ബന്ധപ്പെട്ട ചില തർക്ക വിഷയങ്ങളുണ്ട് അവിടെ. ആ സാഹചര്യം ശുഭകരമായത് ഒന്നല്ല, അതിനെയും പരിഹരിക്കപ്പെടേണ്ട തർക്കങ്ങളായി നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നിരുന്നതാണ്, നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീ സോമൻ, ഈ അമേരിക്ക തൽക്കാലം ഒന്ന് മാറ്റിവെച്ചാൽ ജിൻഡോ പറയട്ടെ, ആ ഭാഗം എവിടെയാണ് വസ്തുതകളുടെ പിൻബലമില്ലാതെ രാഹുൽ സംസാരിച്ചത്?
ശ്രീ സോമൻ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ വേണു, കേൾക്കാം. സൗണ്ട് ലാഗ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അങ്ങ് നിർത്തിയതിന് ശേഷമേ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നുള്ളൂ. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇപ്പോൾ വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രിയെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്ന ചടങ്ങിലേക്ക് വിട്ടു എന്നത് പരിഹാസ്യമായിട്ടുള്ള ഒരു ആരോപണമല്ലേ? ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാർ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുമ്പിൽ എങ്ങനെയാണ് നിന്നിരുന്നത്? വിനീത വിധേയനെ പോലെ നിന്നിരുന്ന കോൺഗ്രസുകാരനായ പ്രധാനമന്ത്രിമാരെ നമ്മുടെ രാജ്യം കണ്ടിട്ടില്ലേ? നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷം നിങ്ങൾക്കിപ്പോൾ പ്രിയങ്കരമായിരിക്കുന്ന മാധ്യമ സ്ഥാപനമായ NDTV-യിൽ തന്നെ വന്ന വാർത്തയുടെ ഒരു വാചകം ഞാൻ വായിക്കാം. മറ്റേ പ്രസ് കോൺഫറൻസ് ദിസ് വീക്ക് ജനറൽ ദ്വിവേദി സെഡ് there is still a degree of standoff between the Indian and Chinese militaries and both sides need to sit down and firm up a broader understanding on how to calm down the situation and restore trust. അങ്ങേക്ക് തുടരാം. ജയശങ്കർ അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങളിലാണ് എനിക്ക് അങ്ങയുടെ ചോദ്യം ഉണ്ടായിരുന്നത്. ഇത് അല്ലല്ല ജയശങ്കർ നിക്കത്തെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രിയാണെന്ന് എനിക്ക് വിശ്വാസം. അതവിടെ നിൽക്കട്ടെ, ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് പരിശോധിക്കാം. ബാക്കി ഏത് കാര്യങ്ങൾ വസ്തുതയുടെ പിൻബലമില്ലാതെ നേരിട്ടുള്ള ചോദ്യം, അതിന് മറുപടി. ശ്രീ വേണു, സെപ്റ്റംബർ മാസം 6-ാം തീയതി 2013 ശ്രീ AK ആന്റണി പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ള ഒരു വിശദീകരണമുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സർക്കാരിൻ്റെ പോളിസി എന്തായിരുന്നു? ചൈനയുടെ അതിർത്തികളിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തുന്നതെന്നായിരുന്നു. ആരുടെ പോളിസി ആയിരുന്നു? കോൺഗ്രസിൻ്റെ പോളിസി ആയിരുന്നു. അതിൽ നിന്നും മാറ്റം വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എവിടെയാണ്? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ആ നിലയിൽ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി ഈ സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ സംബന്ധിച്ച് രാജ്യത്തിന് നല്ല ബോധ്യമുണ്ട്, രാജ്യത്തെ ജനതയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടെങ്കിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വെക്കൂ, മേശപ്പുറത്ത് വെക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് ഈ ചൈനീസ് പക്ഷപാതിത്വം? ഇപ്പോൾ പാർലമെന്റിലെ പ്രസംഗവേളയിൽ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിൻ്റെ അതിൻ്റെ അഭിപ്രായ വേളയിൽ അദ്ദേഹം രേഖപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് ഇതിൽ വേറൊന്നും പ്രത്യേകിച്ചുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശരി. ഡോക്ടർ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജയശങ്കറിന്റെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നാണ് BJP ചോദിക്കുന്നത്. മാത്രവുമല്ല, ഈ കിരൺ റിജിജു ഇതിനുശേഷം ഓം ബിർളയെ കണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താങ്കൾക്കറിയുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എല്ലാ വസ്തുതകളും ടേബിൾ ചെയ്യണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സ്പീക്കറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJP ഇതിൽ മതിയായ എന്തൊക്കെ രേഖകളുടെ പിൻബലമാണുള്ളത് ആരോപണം എന്നതിനപ്പുറം? അല്ല, ഇതിൽ എനിക്ക് BJPയുടെ പ്രതിനിധി പറഞ്ഞ ഓരോ കാര്യത്തോട് കൃത്യമായിട്ട് ഞാൻ മറുപടി പറയാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതേ നരേന്ദ്രമോദി തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനെ കണ്ണുരുട്ടി പേടിപ്പിക്കും, ചൈനയെ ഞങ്ങൾ വരട്ടും എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ചൈനീസ് അതിർത്തിയിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്ന്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ചൈനീസ് അതിർത്തിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന്. ശരിയാണ്, ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യൻ മണ്ണിൽ വികസന പ്രവർത്തനം നടത്തുന്നത് ചൈനക്കാരാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പട്ടാളക്കാരെ ചൈനീസ് പട്ടാളം തട്ടി തോട്ടിലിട്ട് കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടത്. ഗാൽവാൻ കുന്നുകൾ അവർ കയ്യേറുകയും ലഡാക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവർ കയ്യേറിയെന്ന് അവിടുത്തെ BJP-കാരിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ഫാക്റ്റാണ്. ഇതൊന്നും കാണാതെയാണ് BJPയുടെ പ്രതിനിധി പറയുന്നത്. ഇനി രണ്ടാമത്തത്, നിങ്ങൾക്ക് ചൈനയോട്, രാഹുൽ ഗാന്ധിക്ക് അല്ല ചൈനയോട് പ്രേമം, നിങ്ങൾക്കാണ് പ്രേമം. അതുകൊണ്ടാണ് PM കെയർ ഫണ്ടിലേക്ക് ചൈനീസ് കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നിങ്ങൾ വാങ്ങിയത്, അല്ലേ? അപ്പോൾ നരേന്ദ്രമോദിക്കാണ് ചൈനയോട് പ്രേമം. ഇന്ത്യൻ പട്ടാളക്കാരെ ഗാൽവാൻ കുന്നുകളിൽ നിന്ന് തട്ടി തോട്ടിലിട്ട് കൊന്നുകളഞ്ഞപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള PM കെയർ ഫണ്ട് ചൈനീസ് കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങുന്ന തിരക്കിലായിരുന്നു നിങ്ങൾ. ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവൻ പോയാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഇന്ത്യയുടെ ഭൂമി പോയാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ഭാരത എന്നും ഞങ്ങൾ ഇന്ത്യ എന്നും നമ്മളെല്ലാവരും ഭാരതം ഇന്ത്യ എന്നൊക്കെ വിളിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭൂമി ചൈന കയ്യേറിയിട്ടും നിങ്ങൾക്ക് ഒരു പരാതിയുമില്ല. അടുത്തത് നിങ്ങൾ പറയുന്ന അമേരിക്കയുടെ മുമ്പിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തിന്റെ അന്തസ്സും യശസ്സും ഉയർന്നതെന്നതെന്ന്.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടി ചിഹ്നിക്കുമെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ രാജ്യം എന്നൊക്കെ വൈദേശിക ശക്തികളിൽ നിന്ന് ആക്രമണവും യുദ്ധവും ഒക്കെ നേരിടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ രാജ്യത്തിനെതിരായിരുന്നു. നിങ്ങൾ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒളിവിലിരുന്ന പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളുടെ മുമ്പിൽ ധൈര്യപൂർവ്വം തലയുയർത്തി നിന്ന് നിലപാടെടുത്തതിനെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. ഇനി അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദീകരിക്കണം. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾ പറഞ്ഞത് എന്താ? കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഏതെങ്കിലും സ്റ്റേറ്റ് ജയിച്ചാൽ അത് നല്ല തെരഞ്ഞെടുപ്പും തോറ്റാൽ അത് മോശപ്പെട്ട തെരഞ്ഞെടുപ്പും. അങ്ങനെയല്ല. ഇവിടെ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും തമ്മിൽ താങ്കളൊന്ന് കമ്പയർ ചെയ്യണം. താങ്കൾ BJPയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലെ തട്ടിപ്പ് ഡിഗ്രി ഉള്ള ആളല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾ അത്യാവശ്യം അക്ഷരാഭ്യാസവും വിവരമുള്ള ഒരു BJPക്കാരനാണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ പറയട്ടെ, ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും താങ്കളൊന്ന് കമ്പയർ ചെയ്തോ. ജാർഖണ്ഡിൽ BJPയുടെ മുന്നണിക്ക് NDAക്ക് ആകെ 24 സീറ്റാണ് പിടിക്കാൻ പറ്റിയത്. ഇന്ത്യ മുന്നണിയോട് അധികാരത്തിലെത്തി. അവിടെ ഇലക്ഷന്റെ സമയത്തിന് ശേഷം, ഇലക്ഷൻ 5 മണിക്ക് അവശേഷിച്ചതിന് ശേഷം വോട്ടെണ്ണുന്നതിന് മുമ്പ് അവിടെ ആകെ കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ട്, പോൾ ചെയ്യപ്പെട്ട വോട്ട് 1.79% ആദ്യ ഘട്ടത്തിൽ. 2ാം ഘട്ടത്തിൽ 0.86% മാത്രമാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ ഒറ്റഘട്ടമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് 132 സീറ്റ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 5 മണിക്ക് ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് 5,64,08,024 വോട്ട് മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത്. അതായത് 58.22% മാത്രം. പക്ഷേ അന്ന് രാത്രി ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത് 6,30,85,700 വോട്ടാണ്. അതായത് അവിടെ മാത്രം 65 ലക്ഷത്തിലധികം വോട്ടുകളുടെ എണ്ണം കാണുന്നു. അതായത് 5 മണിക്ക് ഗേറ്റ് അടച്ചതിന് ശേഷം പിന്നെ വോട്ട് ചെയ്ത BJPക്കാരെയാണ് ഞങ്ങൾക്ക് കണ്ടു കിട്ടേണ്ടത്. ഇനി അവിടെയും തീരുന്നില്ല. വോട്ടെണ്ണ ദിനത്തിൽ വീണ്ടും വോട്ട് വർദ്ധിക്കുകയാണ്. വോട്ട് ചെയ്ത സമയത്ത് വർദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്ന് 5 മണിക്ക് ഗേറ്റ് അടച്ചതിന് ശേഷം വർദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്ന് വോട്ട് എണ്ണുന്ന ദിവസം വർദ്ധിച്ചത് എത്രയാണെന്നറിയോ? 9,99,359 വോട്ട്. അതായത് 10 ലക്ഷത്തോളം വോട്ട് വോട്ടെണ്ണൽ ദിനത്തിൽ വർദ്ധിക്കുന്നു. ഈ മാജിക്കാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതായത് മൊത്തത്തിൽ 7.83% വോട്ട് 5 മണിക്ക് പോളിംഗ് അവസാനിച്ചതിന് ശേഷം വോട്ട് എണ്ണുന്ന ദിനത്തിനുള്ളിൽ അവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ ആ മാന്ത്രിക ശേഷിയുടെ പേര് ഞങ്ങൾക്കൊന്ന് അറിയണ്ടേ? അതിന് നിങ്ങൾ മറുപടി പറയണമെന്നേ. ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനും ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ഒത്താശ ചെയ്യുന്ന സുപ്രീം കോടതി അടക്കമുള്ള ഭരണഘടനാ സംവിധാനങ്ങൾ ഇതിന് മറുപടി പറയണം. ഒരു ഗ്രാമത്തിൽ, മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമമുണ്ടല്ലോ സോലാപൂരിലെ, ആ ഗ്രാമത്തിലെ നാട്ടുകാർ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നു. പക്ഷെ അവിടെ വോട്ട് BJPക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അവിടെ BJPക്ക് വോട്ട് കൂടുതൽ കിട്ടിയപ്പോൾ ആ നാട്ടിലെ ആളുകൾ പറയുന്നു ഞങ്ങൾ ഒന്നുകൂടി തെരഞ്ഞെടുപ്പ് നടത്താൻ പോകണമെന്ന്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, പോലീസ് വലിയ ബന്ദോബസ്ത് ഒരുക്കിക്കൊണ്ട് ആ നാട്ടുകാരുടെ സ്വമേധയുള്ള തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുക. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ നടത്തിയ ആ കള്ള വോട്ട് തട്ടിപ്പ് പിടിക്കപ്പെടുമെന്നുള്ള തോന്നലിൽ. അപ്പോൾ BJPക്ക് എങ്ങനെയാണ് ഇത്ര അധികം വോട്ട് കിട്ടുന്നതെന്ന് നമുക്കറിയണ്ടേ? അതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയും വലിയ വിജയമുണ്ടാക്കുമ്പോൾ അതിനുശേഷം ഏതാനും മാസങ്ങൾക്കപ്പുറം BJPക്ക് ഇത്രയധികം ഒഴുക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെയോ ഇന്ത്യ മുന്നണിയുടെയോ അല്ലെങ്കിൽ സംഘടനാ സംവിധാനങ്ങളൊക്കെ പഴിക്കുന്ന തിരക്കിലായിരുന്നു ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ വീണ്ടും എടുത്തു പറയുന്നു, ജാർഖണ്ഡിൽ നടന്നതുപോലെയല്ല മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ നടന്നിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ ഇലക്ഷനിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം മഹാരാഷ്ട്രയിൽ മാത്രം 7.83%, അതായത് 8% വോട്ട് 5 മണിക്ക് പോളിംഗ് അവസാനിച്ചതിന് ശേഷം വോട്ടെണ്ണ ദിനം വരെ അങ്ങനെ വർദ്ധിക്കുന്നത് എങ്ങനെയാ? ഈ വോട്ടിംഗ് മെഷീനിൽ തന്നെ വോട്ട് പെറ്റ് പെരുകയാണോ? അതിന് ഉത്തരം BJP പറയണം, ഇലക്ഷൻ കമ്മീഷൻ പറയണം, ഈ രാജ്യത്തെ സുപ്രീം കോടതി പറയണം. അതിന് വേഗം ശ്രീ കെ സോമൻ മറുപടി ശേഷം എനിക്ക് A റഹീമിലേക്ക് പോകണം. അല്ല, ശ്രീ ജിൻഡോയ്ക്ക് ഈ UPയിലെ ചില വിജയങ്ങളെ സംബന്ധിച്ച് സംശയങ്ങളുണ്ടോ? ഹിമാചലിൽ ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ കോൺഗ്രസ് ജയിച്ചതിനെ സംബന്ധിച്ച് സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം 8-ാം തീയതി വരും. ജിൻഡോ, അങ്ങേക്ക് സംശയം ഇപ്പോഴുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങ് ഇപ്പോൾ പറയുമോ? ഇലക്ഷൻ കമ്മീഷൻ ഈ അവകാശവാദത്തെ, നിങ്ങളുടെ ആരോപണത്തെ എത്ര തവണ പരിഹസിച്ചു? നിങ്ങൾ സുപ്രീം കോടതി ചെന്നില്ലേ? അവിടെ നിന്ന് നിങ്ങളെ ഓടിച്ചു വിട്ടില്ലേ? എന്നിട്ട് നിങ്ങളിപ്പോൾ മാധ്യമ ചർച്ചയിൽ ഈ വിഷയം നിങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ ആവർത്തിക്കുന്നത്, നിങ്ങൾ ജയിക്കുന്ന സ്ഥലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ നല്ല വേഗം ജിൻഡോ മറുപടി. നിങ്ങൾ പരാജയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്ക് ഡൽഹി ഇലക്ഷനെ കുറിച്ച് സംശയമുണ്ടോ ജിൻഡോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയുള്ളൂ.
എനിക്ക് പറയാനുണ്ട്, BJPക്ക് വലിയ ഭൂരിപക്ഷമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ച അയോധ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണി ജയിച്ചതിനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. കാരണം നിങ്ങൾ ജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തിലിരിക്കുന്ന നാടുകളിലൊന്നും നിങ്ങൾ ഈ കള്ളവോട്ട് സംവിധാനത്തിലേക്കോ വോട്ടിംഗ് മെഷീനിലെ കൃത്രിമം നടത്താൻ പോകില്ല. കാരണം നിങ്ങൾക്ക് അമിത ആത്മവിശ്വാസമായിരുന്നു. നിങ്ങൾ ജയിക്കില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള സ്ഥലത്താണ് നിങ്ങൾ ഈ തോന്നിവാസം മുഴുവൻ നടത്തിയിട്ടുള്ളത്. താങ്കൾ എന്നെ പരിഹസിക്കുന്നതിന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും പരിഹസിച്ചു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇലക്ഷൻ കമ്മീഷന്റെ പരിഹാസമല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷന്റെ ഫാക്ട് ബേസ് ചെയ്തിട്ടുള്ള മറുപടി ഞങ്ങൾക്ക് കേൾക്കണം. എന്തുകൊണ്ട് 7.83% വോട്ട് 5 മണിക്ക് ശേഷം വോട്ടെണ്ണൽ ദിനം വരെ വർദ്ധിച്ചു എന്നുള്ളതിന് മറുപടി ഫാക്ട് വെച്ചുകൊണ്ട് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷൻ എന്താ നട്ടലില്ലാതെ പോകുന്നത്, ആർജവം ഇല്ലാതെ പോകുന്നത്? ഇനി താങ്കൾ ചോദിക്കുന്നുണ്ടല്ലോ മറുപടി ഉണ്ടോന്ന്. ഞങ്ങൾക്ക് മറുപടിയുണ്ട്, ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ ഇന്ത്യ മുന്നണി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ച് മത്സരിച്ച ഡൽഹിയിൽ 7 സീറ്റും BJP ജയിക്കുന്നു. ഞങ്ങൾക്ക് സംശയമുണ്ടെന്നേ, ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ കോൺഗ്രസ് ഉൾപ്പെടെ CPM ഉൾപ്പെടെ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ സംവിധാനങ്ങളും വോട്ടിംഗ് മെഷീനിൽ നിന്ന് മാറ്റി ബാലറ്റ് പേപ്പറിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ BJP മാത്രം എന്താ വായിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷൻ മാത്രം എന്താ വായിക്കുന്നത്? അതിന് ഞങ്ങൾക്ക് മറുപടി അറിയണം. നിങ്ങൾക്ക് എന്താ പേടി? ഞങ്ങൾക്കില്ലല്ലോ പേടി. ബാലറ്റ് പേപ്പറിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ഭയം? ശ്രീ സോമൻ, പ്രാകൃതമായ യുഗത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതാണ് ഇവരുടെ ആഗ്രഹം. അതാണ് ഇവര് ഈ പ്രാകൃതമായ സമ്പ്രദായത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകണം. അത് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല ശ്രീ ജിൻഡോ. ഇവിടെ പരിഷ്കാരത്തിന്റെയും മാറ്റങ്ങളുടെയും ആധുനികവൽക്കരണത്തിന്റെയും കാലമാണിത്. ഇത് ഡിജിറ്റൽ ഇന്ത്യയാണെന്നേ, ഇത് ഡിജിറ്റൽ ഇന്ത്യയാണ്. നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ വിശ്വാസമില്ല, നിങ്ങളുടെ പ്രവർത്തകന്മാരിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങളുടെ പ്രത്യാശാസ്ത്രം പരാജയപ്പെട്ടു, നിങ്ങളുടെ അഴിമതിയാണ്, നിങ്ങളുടെ കെടുകാര്യസ്ഥതയാണ്. നിങ്ങൾക്ക് പ്രാകൃതമായ യുഗത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇത് ഡിജിറ്റൽ ഇന്ത്യയാണ്, ആധുനികവൽക്കരണത്തിന്റെ കാലമാണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ കാലമാണ്. ശ്രീ ജിൻഡോ, ഈ നാടിനെ പ്രാകൃതമായ തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളഞ്ഞ, സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ നിങ്ങൾക്ക് ആരെയാണ് സാർ വിശ്വാസം? ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരൻ ആരെയാണ് സാർ വിശ്വാസം? ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരൻ ആരെയാണ് വിശ്വാസം? താങ്കൾ എന്ത് രാഷ്ട്രീയ ബോധ്യമാണ് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനെ വിശ്വാസമില്ല, നിങ്ങൾക്ക് പാർലമെന്റിന് വിശ്വാസമില്ല. ഈ നാട് ആധുനികവൽക്കരിക്കപ്പെടുകയാണ് സാർ. വിശ്വാസക്കുറവുണ്ട്. ശരി ശരി ശരി, രണ്ടുപേരിലേക്ക് വരാം. ശരി ശ്രീ ജിൻഡോ, ശരി ശ്രീ സോമൻ, ശരി ശരി ശരി, രണ്ടുപേരിലേക്ക് വരാം, രണ്ടുപേരിലേക്ക് വരാം. ശരി ജിൻഡോ, ശരി സോമൻ. കോടതിയെ ഞങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട്. ശരി, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ല, ജനങ്ങൾക്ക് കോൺഗ്രസ് വിശ്വാസം നഷ്ടപ്പെട്ടു. അതാണ് കാര്യം. ശരി ശരി, ശ്രീ സോമൻ, ശ്രീ ജിൻഡോ. ശ്രീ എ റഹീം, ഇവിടെ ഇന്നിപ്പോ ശരി ശരി വരാം, ശരി വരാം. ശ്രീ എ റഹീം, ഇവിടെ ഇന്നിപ്പോ ഈ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമായി ഊന്നിയത് ഈ പ്രസിഡന്റിന്റെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയുടെ ഭാഗമാണ് എങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത എങ്ങനെയാണ് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക, എന്താണ് അതിൽ കേന്ദ്ര ബിന്ദുവാകേണ്ടത്, യുവാക്കളുമായി ബന്ധപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകുന്ന എന്ത് വിചാരമാണ് മുന്നോട്ട് വെക്കേണ്ടത്, അതിലൂന്നിക്കൊണ്ടാണ് ഈ പ്രസംഗം ഈ രൂപത്തിൽ അദ്ദേഹം ക്രമപ്പെടുത്തിയത്. പക്ഷേ ആത്യന്തികമായി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എല്ലാ സംവിധാനങ്ങളെയും, രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും അവിശ്വാസത്തിൽ നിർത്തുന്ന രൂപത്തിലായോ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഈ പറയുന്ന സുപ്രീം കോടതി, അതുപോലെ തന്നെ നയതന്ത്ര ബന്ധങ്ങളിലെ ഇടപെടൽ, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം, അതിർത്തി ബന്ധം, OBC MPമാർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവർ വാമൂടപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളിലും അവിശ്വാസം ഉണ്ടാകുന്ന ഒന്ന് എന്ന നിലയിലാക്കിയോ രാഹുലിൻ്റെ പ്രസംഗത്തിൽ ഇന്ത്യയെ അദ്ദേഹത്തിൻ്റെ ചിത്രീകരിക്കൽ? വേണു, ഇതിനോട് പ്രതികരിക്കാൻ എനിക്കൊരു പരിമിതിയുള്ളത്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് ഞാൻ കേട്ടില്ല, അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും വായിച്ചില്ല. ലോക്സഭയും രാജ്യസഭയും ഇന്ന് 7 മണി വരെ ഉണ്ടായിരുന്നു. 7 മണി വരെയും രാജ്യസഭയിൽ ബിസിനസ് നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എനിക്ക് ഫോളോ ചെയ്യാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എനിക്ക് പറയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ വിഷയങ്ങളിലേക്ക് വരാം. ഇവിടെ അതിനു മുൻപ് BJP പ്രതിനിധി ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും വിസ്ഫോടനത്തെയും അതിൻ്റെ വളർച്ചയെയും എല്ലാം തന്നെ പ്രണയിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത രോമാഞ്ചം വന്നു. ചെങ്കോല് പാർലമെൻറ്റിനകത്ത് കൊണ്ടുവച്ച ആൾക്കാരാണ്. ചെങ്കോല് പാർലമെൻറ്റിനകത്ത്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ
വന്ന മുഴുവൻ ബില്ലുകളും ഇനി വരാനിരിക്കുന്ന ബില്ലുകളും എല്ലാം തന്നെ റീനെയിം ചെയ്യുകയാണ്. ബില്ല് അമെൻഡ് ചെയ്തിട്ട് റീനെയിം ചെയ്യുകയാണ്. എല്ലാം വായിക്കൊള്ളാത്ത സംസ്കൃത പേരുകളാണ്. മനസ്സിലായില്ലേ? ശാസ്ത്ര സാങ്കേതിക വിദ്യ മുമ്പോട്ടാണ് അത്ര നടക്കേണ്ടത്. പുള്ളി പറയുകയാണ് സർവോപരി ഉന്നത കുലജാതൻ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഉന്നത കുലജാതൻ. ആ ഉന്നത കുലജാതരുടെ കൂട്ടത്തിലാണ്, മനസ്സിലായില്ലേ? രാജ്യം മുമ്പോട്ട് കുതിക്കുന്ന സമയത്താണ് ഉന്നത കുലജാതിയിൽ ഇപ്പോഴും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ആളുകളുടെ പ്രതിനിധി വന്നിരുന്നിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ജിൻഡോ പറഞ്ഞതുകൊണ്ട് ഈ ഇത് ഗോമൂത്രത്തിൻ്റെ കാര്യവും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഒരു മോഡേണിറ്റിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെയും എല്ലാം തന്നെ ഉത്തുംഗ ശൃംഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനറേഷൻ ചേഞ്ചിൻ്റെ വിസ്ഫോടനകരമായ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം മാറുന്ന ഒരു കാലത്ത് രാജ്യത്തെ പിറകോട്ട് നയിക്കുകയാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേൽ നടന്ന നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മേലാണ് ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ആ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയുടെ ഏറ്റവും വലിയ പോരായ്മയായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്നതിനോ ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും അതിൻ്റെ വളർച്ചയുടെയും വിസ്ഫോടനകരമായ വളർച്ചയാണ്. ആ വളർച്ചയിൽ നമ്മുടെ രാജ്യം നോക്കുകുത്തിയായി മാറുന്നാൽ നമ്മുടെ രാജ്യം പതിറ്റാണ്ടുകളോളം പുറകോട്ടടിക്കപ്പെടും. അതിനെക്കുറിച്ചോ സമഗ്രമായതൊന്നും പറയാത്ത ഒരു നന്ദിപ്രമേയ പ്രസംഗമാണുള്ളത്. ഒരു സ്ക്രിപ്റ്റഡ് പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ്, ഡൽഹി തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ കൊണ്ട് വായിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഗൗരവ സ്വഭാവത്തിലുള്ളൊരു കാര്യം ആലോചിക്കണം. നമ്മുടെ രാജ്യം ലോകത്തിലെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിൽ 2005, 2006 മുതൽ തുടങ്ങിയ ഒരു പ്രവണതയുണ്ട്. നമ്മുടെ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം വർക്കിംഗ് ഫോഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. അത് 2055, 56 വരെ തുടരും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഈ വർക്കിംഗ് ഫോഴ്സ് ഇത്രയുമുള്ള ഒരു രാജ്യത്ത്, മഹാഭൂരിപക്ഷം ചെറുപ്പം, വെറും ചെറുപ്പം ഉള്ള രാജ്യത്ത്, ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? ആ ചെറുപ്പത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ടെക്നോളജി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഈ ഗവൺമെൻറ്റിന് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഇനി പുതിയ തലമുറയിൽ ഉയർന്നു വന്നിരിക്കുന്ന തൊഴിൽ സംരംഭങ്ങളിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഒരു കാര്യവുമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഫ്യൂച്ചറിനെ സംബന്ധിച്ചുള്ള ആകുലതകളാണ്. ഞാൻ BJPയുടെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കൂ, നിങ്ങൾ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കൂ. നിങ്ങൾ ഈ രാജ്യത്ത് നിങ്ങൾ 2 ലക്ഷം ആലോചിക്കണം, വെറും 3.5 ലക്ഷത്തോളം 3.5 കോടിയോളം ആളുകളാണ് ടാക്സ് പേയേഴ്സായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ചെറു ന്യൂനപക്ഷത്തിന് കൊടുത്തൊരു ഇളവിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എന്നിട്ട് ആ ബഡ്ജറ്റിനെ ചൂണ്ടിയിട്ട് നിങ്ങൾ ഡൽഹിയിൽ പത്രപരസ്യം കൊടുക്കുകയാണ്. എന്താണ്? ഡൽഹി ജനതയ്ക്ക് വേണ്ടിയുള്ള ഇതാണത്രേ, ഏത് ബഡ്ജറ്റാണത്രേ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾക്ക് GST ഇളവ് വരുത്താൻ കഴിയുമോ? ജനം ചോദിക്കുന്ന അതാണ്. ജനത്തിന് ഭാരം കൊണ്ട് സഹിക്കാനാകുന്നില്ല ജീവിക്കാൻ. GST ഇളവ് വരുത്താൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഇന്ധന വിലയിൽ നിങ്ങൾ കുറവ് വരുത്താൻ തയ്യാറാണോ? ഞാൻ കഴിഞ്ഞ ദിവസം വളരെ കൗതുകമായൊരു ഡേറ്റ എടുത്തു. എന്താണെന്നറിയോ? CNGയിൽ വന്നിരിക്കുന്ന വാർത്ത, ഈ ദ്രവീകൃത പ്രകൃതിവാദത്തിൽ CNGയിൽ എന്താ CNG എടുത്ത് പറയാൻ കാരണം? ലോകമാകെ ഇന്ത്യ വിവിധ ട്രീറ്റുകളിൽ പോയി ഒപ്പിട്ടിട്ട് വരുന്നിരിക്കുകയാണ്. കാർബൺ എമിഷൻ 2030, 2040, 2050 നമ്മൾ ഇത്ര കണ്ട് കുറയ്ക്കും എന്ന് ശബ്ദം എടുത്തിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ BJPയുടെ പ്രതി നേരത്തെ സംസാരിക്കുന്നുണ്ട്, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ അഭിമാനത്തോടെ നിൽക്കുന്നു. എങ്ങനെയാണ് സാർ അഭിമാനത്തോടെ നിൽക്കുക? നമ്മൾ ലോകത്തിന് വാക്ക് കൊടുത്തിരിക്കുകയാണ് കാർബൺ എമിഷൻ കുറയ്ക്കുമെന്ന്. എന്നിട്ട് CNGക്ക് നിങ്ങൾ കൂട്ടിയതിൻ്റെ വില കണ്ടാൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഭാഷ പറഞ്ഞെടുത്ത് പറഞ്ഞാൽ പെറ്റ തള്ള വെറുക്കില്ല. ഒരൊറ്റ പോക്കായിരുന്നു. ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ കിടക്കുക. എന്താ കാര്യം? നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു ശ്രദ്ധയില്ല. നമ്മുടെ രാജ്യത്ത് ഭവനരഹിതരെത്ര? ഏറ്റവും കൂടുതൽ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും അധികം അതിദരിദ്രരുള്ള രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. 11 കോടി പേരാണ് അതിദരിദ്രർ. അതിൽ K. സോമൻ അഭിമാനിക്കാം. കാരണം K. സോമൻ ജീവിക്കുന്ന മലയാളി ഈ കേരളത്തിൽ 65,000 പേരേ ഉള്ളൂ. ആ 65,000 പേരും സമ്പൂർണ്ണമായി അതിദാരിദ്ര്യ വിമുക്തരാവുകയാണ് ഈ വരുന്ന നവംബർ 1-ന്. ശ്രീ K. സോമൻ അതിൽ അഭിമാനിക്കാം, അദ്ദേഹത്തിനൊരു മലയാളി എന്ന നിലയിൽ. പക്ഷേ നിങ്ങൾ ആലോചിക്കും, 11 കോടി മനുഷ്യർ ഇന്ത്യയിൽ അതിദരിദ്രരാണ്. ദരിദ്രരല്ല കേട്ടോ, അതിദരിദ്രർ. അതിന് മുകളിൽ ദരിദ്രർ ഇങ്ങനെ കിടക്കുകയാണ്. ഹോംലെസ് ആയ മനുഷ്യരെത്ര? ആ ഹോംലെസ് ആയ മനുഷ്യർക്ക് രാഷ്ട്രപതിയുടെ നന്ദി പ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ രാഷ്ട്രപതിയുടെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്,
പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീട് കൊടുത്തു. എത്രയാണ് സാറേ വീടിന് നിങ്ങൾ പ്രധാനമന്ത്രി വെച്ചിരിക്കുന്ന തുക? 72,000 രൂപയാണ്. ശ്രീ കെ സോമൻ്റെ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ 72,000 രൂപ കയ്യിൽ തന്നേക്കാം. വീട് വെച്ച് തരുമോ? 72,000 രൂപയ്ക്ക്. ഓരോ ദിവസവും സാധനങ്ങളുടെ വില കൂടുകയാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ നാണയപ്പെരുപ്പം, ഉപഭോക്തൃ വില സൂചിക കുതിച്ചു വരികയാണ്. എല്ലാ അർത്ഥത്തിലും വലിയ തോതിൽ ഇൻഫ്ലേഷൻ ഉള്ള ഒരു രാജ്യത്ത്, ഓരോ ദിവസവും വിലക്കയറ്റം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് 72,000 രൂപ വെച്ചിട്ട് വീടിന് കണക്ക് വെച്ചിട്ട് അത് രാഷ്ട്രപതിയെ കൊണ്ട് വായിപ്പിക്കുകയാണ് ഒരു വലിയ കാര്യമായിട്ട്. എന്താണ് ഈ രാജ്യത്ത് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ പറ. നിങ്ങൾ ED ഉപയോഗിക്കുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നു, എന്നിട്ട് മുഴുവൻ സംവിധാനങ്ങളെയും നിങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങൾ പറയൂ, ഈ 72,000 രൂപയ്ക്ക് വീട് വെക്കാൻ പറ്റുമോ? ഈ രാജ്യത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഒറ്റ മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാജ്യത്ത് ഇവർ തന്നെ പുറത്തുവിട്ട ഇക്കണോമിക് സർവേ റിപ്പോർട്ട് എന്താ പറയുന്നത്? രാജ്യത്ത് വളർച്ചാ നിരക്ക് ഇടിയുന്നു. കഴിഞ്ഞ 3 പാദങ്ങളിലായി തുടർച്ചയായി ഇടിയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ് കേളൂ? നിസ്സാരമല്ലേ? നിസ്സാരാണല്ലോ. നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല എന്നല്ലേ? നിങ്ങളുടെ സാമ്പത്തിക വഴി, സാമ്പത്തിക നയം, സമീപനം ശരിയല്ല. ശരിയായിരുന്നുവെങ്കിൽ വളർച്ചയുണ്ടാകണ്ടേ? വളർച്ചയുണ്ടാകുന്നില്ല, വലിയ ഇടിവുണ്ട് എന്ന് എക്കണോമിക് സർവേ റിപ്പോർട്ട് സമ്മതിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല. നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല എങ്കിൽ അത് പാർലമെന്റിൽ തുറന്നു പറയണ്ടേ? പിന്നെ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു, ഓതന്റിസിറ്റി. രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് ഞാൻ കേട്ടില്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. പക്ഷേ എന്ത് തന്നെയായാലും BJP നേതാക്കൾക്ക് എന്തും പ്രസംഗിക്കാം. ഒരു ഓതന്റിസിറ്റിയും വേണ്ട പാർലമെന്റിന്റെ 2 സഭകളിലും. മറ്റാരെങ്കിലും പറഞ്ഞാൽ, ഇന്ന് ശ്രീ മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയ്ക്കുള്ളിൽ പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പലതവണയാണ് ഇടപെട്ടിട്ട് പറയുകയാണ്, ഓതന്റിസിറ്റി വേണം, അതിന് ആധികാരികത വെക്കണം. ഈ ആധികാരികത അപ്പുറത്ത് ബാധകമല്ലേ? എന്തും പ്രസംഗിക്കാലോ. ഇന്ന് യഥാർത്ഥത്തിൽ ഇതെന്താണ്? നാളെ വൈകുന്നേരം, വേണു ശ്രദ്ധിച്ചോളൂ, നാളെ വൈകുന്നേരം 4 മണിക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കാൻ പോവാണ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് രാംലീല മൈതാനത്ത് നടക്കുന്നത് പോലെ ഡൽഹി തിരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ റാലിയിൽ സംസാരിക്കുന്നത് പോലെ ആയിരിക്കും. ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പത്രപരസ്യം കൊടുക്കുകയാണ്, ഇത് ഡൽഹിക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റാണ് എന്ന്. അപ്പോൾ ബഡ്ജറ്റിനെ, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തെ, അതിന്മേൽ നടക്കുന്ന നന്ദിപ്രമേയ ചർച്ചയെ ഒക്കെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൻ്റെ വേദിയാക്കി മാറ്റുന്നത് ജനാധിപത്യത്തിൻ്റെ ഭൂഷണമല്ല. ശരി, ഇത് ജനം വളരെ ശക്തമായി, നിങ്ങൾക്ക് എണ്ണത്തിൽ പാർലമെന്റിൽ കൂടുതലുണ്ടാകാം, അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്നത്, എണ്ണത്തിൽ കൂടുതലുള്ളവരെല്ലാം ചെയ്യുന്നത് ശരിയാകണമെന്നില്ല കേട്ടോ. അത് ശരിയാണെന്ന് അംഗീകരിച്ചു തരാനുമാകില്ല. അത് ഒരാളാണെങ്കിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് അത് തെറ്റാണെന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അത് ഞങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ശരി, ശ്രീ സന്തോഷ് ജോയി, ഈ വഖഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിവേഗ നീക്കം എന്ന് പറയുന്നത് ഡൽഹിയെ കണ്ടുകൊണ്ടാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഗതി വേഗം കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തീയതിക്ക് മുമ്പായി അതൊന്നും പ്രവൃത്തി പഥത്തിലെത്താൻ പോകുന്നില്ല. അതേസമയം ഒരു ബജറ്റ് വരികയാണ്. റഹീം പറഞ്ഞതുപോലെ നാളെ 4 മണിക്ക് പ്രധാനമന്ത്രി സംസാരിക്കാനും ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ അവിടെ ഈ പ്രചാരണങ്ങളെല്ലാം അവസാനിച്ചുവെങ്കിലും നാളെ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാവുന്ന രൂപത്തിൽ പ്രസംഗിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു അവസരം രാഹുൽ ഗാന്ധി ഉണ്ടാക്കി കൊടുത്തു എന്നാണോ കരുതേണ്ടത്? അതല്ല രാഹുൽ ഗാന്ധി മോദിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നോ? വീണ്ടും ഇപ്പോൾ ഈ മോദി ഗ്യാരണ്ടി വന്നിരിക്കുകയാണ് ഒരിക്കൽ കൂടി. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചടി കിട്ടിയതിന് ശേഷം അത് നിലച്ചുപോയതാണ്. ആ വാഗ്ദാനങ്ങളൊക്കെ വീണ്ടും ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുവാൻ ഇപ്പോൾ മോദിക്ക് കഴിയുകയാണ്. അതിനപ്പുറത്തെ ആത്മവിശ്വാസ പ്രകടനത്തിനുള്ള വേദിയായി നാളെ പാർലമെന്റിനെ മാറ്റുന്ന പിഴവ് രാഹുലിന് സംഭവിച്ചിട്ടുണ്ടോ? സന്തോഷ് ജോയി കേൾക്കാൻ വയ്യല്ലോ, മ്യൂട്ട് ചെയ്തിരിക്കുകയാണോ? സാങ്കേതിക പ്രശ്നമുണ്ട് അങ്ങേലേക്ക്. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, വേണു, പറഞ്ഞോളൂ, കേൾക്കാം. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാല്, ഒന്നും തോൽക്കാനില്ലാത്ത ഒരു പടയാളിയുടെ സ്പീച്ച്. ബേസിക്കലി ദർ ഇസ് നത്തിങ് ടു ലൂസ്. രാഹുൽ ഗാന്ധി പാർലമെന്റിന്റെ പടിയിൽ നിന്ന് പുറത്തു നിന്ന് സംസാരിച്ചാൽ കേസാവും, കണ്ടംപ്റ്റ് ആവും. അതേ സമയത്ത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അകത്ത് സംസാരിച്ചാൽ അത് പ്രിവിലേജിന്റെ ദർ ഇസ് എ പ്രിവിലേജ്, അതിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, കോർട്ടിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് സംസാരിച്ച ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഈ ഒരു സ്കില്ല്
കോൺഗ്രസിനും ഇല്ലായിരുന്നു, ഓപ്പോസിഷനും ഇല്ലായിരുന്നു. രാഹുൽ ഗാന്ധിയും ഇത് പതുക്കെ പതുക്കെയാണ് പഠിച്ചു വന്നത്. ഈ പ്രത്യേകിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി ഗവൺമെന്റിനെയും പ്രധാനമന്ത്രിയുടെ മിനിസ്റ്റർമാരെയും എല്ലാവരെയും ആക്ഷേപിച്ചാണ് സംസാരിച്ച കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ ആക്ഷേപവും ഈ സർക്കാസവും തുടങ്ങി വെച്ചത് BJP ആണ്. പാർലമെന്റിന്റെ കൂട്ടുള്ള വേദി ഒരിക്കലും നമ്മൾ സുഷമ സ്വരാജ് മൻമോഹൻ സിംഗ് തമ്മിലുള്ള സംഭാഷണങ്ങൾ, സ്പീച്ചുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതൊരു മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള സ്പീച്ചാണ്. പക്ഷെ പ്രധാനമന്ത്രിയുടെ സ്പീച്ചുകളെല്ലാം ഇന്ന് വരെ പാർലമെന്റിൽ കണ്ടിരുന്ന പ്രധാനമന്ത്രിയുടെ സ്പീച്ചുകളെല്ലാം കോൺഗ്രസിനെ പരിഹസിച്ചും കോൺഗ്രസ് ലീഡേഴ്സിനെ പരിഹസിച്ചും നെഹ്റു മുതൽ തുടങ്ങും. ഗാന്ധിജിയെ വിട്ടിട്ട് നെഹ്റു മുതൽ തുടങ്ങി പരിഹസിച്ചുള്ള സ്പീച്ചുകളാണ്. പിന്നെ ഇന്ന് കിരൺ റിജിജു എണീച്ച് പറഞ്ഞിരുന്നല്ലോ, എക്സ്റ്റേണൽ അഫയേഴ്സ് ഒരു സാക്രോസൈന്റ് സംഭവമാണ്, എക്സ്റ്റേണൽ അഫയേഴ്സിന് പോളിറ്റിക്സിനകത്ത് ഇറ്റ് ഷുഡ് നോട്ട് ബി പാർട്ട് ഓഫ് പോളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഇത് തുടങ്ങി വെച്ചതും BJP തന്നെയാണ്. നരേന്ദ്രമോദി അമേരിക്കയിൽ പോകുമ്പോൾ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന വെൽക്കം അതൊരു വ്യക്തിപ്രഭാവത്തിന്റെ വെൽക്കമാണ്, അത് നരേന്ദ്രമോദിയുടെ വെൽക്കമാണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ അല്ല, നരേന്ദ്രമോദിയുടെ വെൽക്കമാണെന്ന് ഓൺ റെക്കോർഡ് BJP ലീഡേഴ്സ് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു വെൽക്കം നരേന്ദ്രമോദിയുടെ ആണെങ്കിൽ ബാക്കി നടക്കുന്ന കാര്യങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ തോൽവിയും കൂടാണ്. അപ്പോൾ ദാറ്റ്സ് എ വേ. ബേസിക്കലി രാഹുൽ ഗാന്ധി BJPയുടെ റൂൾസ് അനുസരിച്ച് കളിക്കാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യത്തിന്റെ ഒരു സൂചനയാണ് ഇന്നത്തെ സ്പീച്ച് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രിക്ക് ക്യാമ്പയിൻ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ഇപ്പൊ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് വേണ്ടി തുടങ്ങും. അപ്പം ഈ ഡൽഹി ഇലക്ഷന് വേണ്ടി ക്യാമ്പയിൻ ഇന്ന് വൈകുന്നേരം തീരുന്നു, നാളെയും മറ്റന്നാളും സൈലന്റ് ഡേയ്സ് ആണ്. പക്ഷെ നരേന്ദ്രമോദി ആസ് എ പൊളിറ്റീഷ്യൻ he ensures that campaign continues. അപ്പൊ നാളെ പാർലമെന്റിൽ സ്പീച്ച് കൊടുക്കും, അത് ഡൽഹി ഇലക്ഷന് വേണ്ടി ആയിരിക്കും, സംശയമില്ല. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ കുംഭിൽ പോകും, കുംഭിൽ സ്നാനം ചെയ്യും, അതും ഡൽഹി ഇലക്ഷന് വേണ്ടി. കാരണം പോളിംഗ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നരേന്ദ്രമോദി മൊത്തം എല്ലാ ടെലിവിഷൻ ചാനലും നരേന്ദ്രമോദിയുടെ വിഷ്വൽസ് ആയിരിക്കും മഹാകുംഭിൽ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക്കൽ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആണ് നരേന്ദ്രമോദി. he forgets that he is also the Prime Minister of India. ശരി, പക്ഷെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നാളെ ഇപ്പോൾ അതിനൊരു വലിയ വേദിയായി മാറുകയാണോ ഇന്നത്തെ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം? സന്തോഷ് ജോയ്, വ്യക്തിപരമായിട്ടൊക്കെ ആക്രമിക്കുകയാണ് നരേന്ദ്രമോദിയെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതേ നാണയത്തിൽ നാളെ തിരിച്ചടിക്കാനുള്ള ശക്തി പല മടങ്ങ് പ്രകടിപ്പിക്കാനുള്ള അവസരം രാഹുൽ ഗാന്ധി നൽകിയോ ഇല്ലയോ? സന്തോഷ് ജോയ്, കേൾക്കാമോ? ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, അതിലേക്ക് പരിഹരിച്ചതിന് ശേഷം വേഗം. കെ സോമൻ, ഇവിടെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ വഴി ഇന്ത്യയെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു നിങ്ങൾ എന്നതിനുള്ള ജിൻഡോയുടെയും റഹീമിൻ്റെയും ഒക്കെ വിമർശനം അങ്ങ് കേട്ടല്ലോ. ഈ ഉന്നത കുലജാത പരാമർശം അടക്കമാണ് റഹീം ഉന്നയിച്ചത്. അങ്ങയുടെ മറുപടി കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇല്ലാ കഥകൾ പറയുന്നു എന്നല്ല, ഇപ്പോൾ ജിൻഡോയും അതിൻ്റെ കണക്കുകൾ പറയുന്നു, രാഹുലും പറയുകയാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ രാഹുൽ കണക്കെന്ന നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒറ്റയടിക്ക് 70 ലക്ഷം വോട്ടർമാരുടെ എണ്ണമാണ് കൂടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശിലെ ജനസംഖ്യ പെട്ടെന്നാണ് 5 മാസത്തിനിടയിലാണ് അത് ഉണ്ടാകുന്നത്. ഷിർദി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ 1000 വോട്ടർമാർ ഒറ്റയടിക്ക് കൂടുന്നു. ഇതേ കാര്യങ്ങൾ ഇപ്പോൾ കെജ്രിവാൾ ഉന്നയിക്കുന്നുണ്ട്. അവിടുത്തെ BJP MP-മാർ അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധി പേരുടെ പേരിലാണ് ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടുന്നതെന്നും അത് വലിയ കൃത്രിമത്തിലേക്ക് പോകുന്നുവെന്നും. അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പറ്റിയും കെജ്രിവാളിൻ്റെ ആരോപണമുണ്ട്. അയാൾ പ്രവർത്തിക്കുന്നത് ഗവർണറാകാനോ രാഷ്ട്രപതിയാകാനോ വേണ്ടിയിട്ടാണ് എന്ന്. അപ്പോൾ ഈ വിമർശനങ്ങളുണ്ട്, അതിന് മതിയായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന വസ്തുതകളുമുണ്ട്. അങ്ങയുടെ മറുപടി? ശ്രീ വേണു, ഈ പ്രതികരണങ്ങളിൽ CPM-ന്റെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ആരാധ്യയായിട്ടുള്ള രാഷ്ട്രപതിയെ സോണിയാഗാന്ധി അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു പ്രതികരണവുമില്ല, യാതൊരു വിശദാംശങ്ങളും അവർ പറയാൻ തയ്യാറല്ല. 1. 2,
ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് 2014 നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന മേക്കിംഗ് ഇന്ത്യ പദ്ധതി നല്ലതായിരുന്നു. പക്ഷേ അത് വേണ്ടത്ര മുന്നോട്ട് പോയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ INS വിക്രാന്ത് പോലെയുള്ള സൈനിക കപ്പലുകൾ നിർമ്മിച്ചത് ഈ വിദ്യയിലൂടെയാണെന്നുള്ളത് ഈ മനുഷ്യൻ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടോ? നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ളതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിച്ചത് ഈ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലാണെന്ന് അറിയാത്തയാളല്ല. സൈനിക മേഖലയിലടക്കം വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വാഹന നിർമ്മാണ മേഖലയിലടക്കം വലിയ മുന്നേറ്റത്തിനും വിദേശ നാണ്യ ശേഖരത്തിനും അവസരമൊരുക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്ന് പരിഹസിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുന്നു. 1. 2, ശ്രീ റഹീം ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടില്ല. അദ്ദേഹം പാർലമെന്ററിയനാണ്, തിരക്കിൻ്റെ ഭാഗമാണ്. ചെങ്കോല് വെച്ചതിനെ സംബന്ധിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ സംബന്ധിച്ചും അദ്ദേഹം BJPയെ പരിഹസിക്കുകയാണ്. ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും പ്രസ്ഥാനവുമാണെന്ന് BJP. സ്വാഭാവികമായിട്ടും അത് ഇന്ത്യയിലെ ജനസമൂഹം ജനാധിപത്യ പ്രക്രിയയിലൂടെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകളില്ലേ കഴിഞ്ഞ കുറേ നാളുകളായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിവർ കാണാതെ പോകുകയാണോ? ഇവരുടെ ഈ വിശദാംശങ്ങളും ഈ വെളിപ്പെടുത്തലുകളും ഈ നിലപാടുകളും ജനങ്ങൾ പരിഹസിച്ച് പുച്ഛത്തോടെ തള്ളുകയാണ്. ആ ജനാധിപത്യ പ്രക്രിയയിൽ പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്ഷേപകരമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് അടിസ്ഥാനമില്ല എന്ന് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിനും അപ്പുറത്തേക്ക് കോടതിയെ സമീപിക്കുമ്പോൾ കോടതിയും തള്ളുകയാണ്. അവിടെ ശ്രീ വേണുവും ആവർത്തിക്കുന്നു, ഇതെല്ലാം തന്നെ BJP വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പ്രതിനിധികൾ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ശ്രീ നവീൻ ബാബുവിൻ്റെ വിധവ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൂട്ടിലിട്ട തത്തയെന്നും മോദിയുടെ ഏജൻസി എന്നും പറയുന്ന CBIയുടെ അന്വേഷണം വേണമെന്ന് പറയുകയാണ്. നവീൻ ബാബുവിൻ്റെ വിധവ പറയുന്നു അത് കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണ്. ഇത് ബാലറ്റിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. പരാജയപ്പെടുന്ന സന്ദർഭത്തിൽ മാത്രമാണത്. ഇവർക്ക് കൂടുതൽ ആക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ജനങ്ങളുടെ മുമ്പാകെ പറയട്ടെ. നമ്മുടെ കേരളത്തിൽ വോട്ടെരട്ടിപ്പിൻ്റെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നില്ലേ? ആരാ ചെയ്തത്? ശ്രീ കെ സോമൻ, ഇന്നിപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗം അങ്ങ് കേട്ടല്ലോ. അതിൽ ഈ 2 കാര്യങ്ങൾക്കുള്ള മറുപടി അല്ലല്ലോ. ഒരു സെക്കൻഡ്. ഈ ഹിമാചൽ പ്രദേശിലെ ജനസംഖ്യയുടെ അത്രയും 70 ലക്ഷം ഒറ്റയടിക്ക് 5 മാസം കൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ എണ്ണം കൂടുകയാണ്. ഷിർദിയിലെ ഒരു കെട്ടിടത്തിൽ 1000 വോട്ടർമാർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് ഇലക്ഷൻ കമ്മീഷനോടാണ് രാഹുൽ ചോദിക്കുന്നത്. ഇതിന്റെ കണക്കുകൾ വസ്തുതകളൊന്ന് പറയാമോ? നിങ്ങളത് പറയില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്ന്. എന്താണ് സാർ അത് പറയാത്തത്? ഇലക്ഷൻ കമ്മീഷൻ എന്താണത് പറയാത്തത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താണത് പറയാത്തത്? ഈ സ്ഥാപനങ്ങൾ BJP വൽക്കരിക്കപ്പെട്ടു എന്ന് പരിഹസിക്കുകയല്ലേ? അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? UP അങ്ങനെ വിശ്വസിക്കേണ്ട സാഹചര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ വിശ്വസിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഞാൻ അതാണ് ചോദിച്ചത്. അങ്ങനെ വിശ്വസിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇപ്പോ കൃത്യമായി ഈ പറയുന്ന പ്രചാരണ ഘട്ടത്തിൽ നരേന്ദ്രമോദി അത് ദുരുപയോഗം ചെയ്തു എന്ന് ബോധ്യമുള്ള ഇലക്ഷൻ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരാൻ കഴിഞ്ഞോ? അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ട സാഹചര്യം വന്നില്ലേ? അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പിന്നെ വേട്ടയാടലുകൾ ഉണ്ടായില്ലേ? ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2 ഇലക്ഷൻ കമ്മീഷണർമാരുടെ മാറ്റമല്ലേ ഉണ്ടായത്? അതിന് തൊട്ടു മുൻപ് എന്താണ് സംഭവിച്ചത്? ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇത്തരം തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഒരു ഘടനയിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ? ഞാൻ വേഗം വരാം. സന്തോഷ് ജോയി കൈ ഉയർത്തിയതുകൊണ്ട് ശ്രീ സന്തോഷ് ജോയി, സോമനുള്ള മറുപടിയാണെങ്കിൽ അങ്ങേക്ക് വേഗം പറയാം. സാറേ, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ വയ്യ. ഇപ്പോൾ കേൾക്കാം, പറഞ്ഞോളൂ. ബ്യൂറോക്രാറ്റ്സ് പൊതുവെ ഡൽഹിയിൽ പറയുന്ന ഈ ഗവൺമെന്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ജോർജ് ബുഷ് പറഞ്ഞതുപോലാണ്, ഐദർ യു ആർ വിത്ത് അസ് ഓർ അഗേൻസ്റ്റ് അസ്. ഗവൺമെന്റിന്റെ കൂടെ ഗവൺമെന്റിന്റെ പദ്ധതികളും ഗവൺമെന്റിന്റെ കാര്യങ്ങളും ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളും വെച്ചാൽ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ കൂടെയോ അല്ലെങ്കിൽ സിസ്റ്റമിന്റെ കൂടെയോ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റിയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല. ഐദർ യു ആർ വിത്ത് ദ ഗവൺമെന്റ് ഓർ അഗേൻസ്റ്റ് ദ ഗവൺമെന്റ്. അങ്ങനെ അത് ഫോമർ ഇലക്ഷൻ കമ്മീഷന്റെ കൂടെ പറ്റിയ സംഭവം അത് തന്നെയാണ്. ഇതിനു മുമ്പ് വേണു ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഈ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് നാളെ എങ്ങനെ അത് പ്രതിഫലിക്കും എന്നുള്ളൊരു കാര്യം. ക്യാമ്പയിനിങ്ങിനകത്തും ബ്രാൻഡ് ഇമേജിങ്ങിനകത്തും ഒരു റൂൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഐദർ യു ലീഡ് ഓർ ടെയിൽ. രാഹുൽ ഗാന്ധി ഇന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്ന് വെച്ച വിഷയങ്ങളായിരിക്കാം പ്രതികരിക്കുന്നത്, അത് പരിഹസിച്ചായിരിക്കും പ്രതികരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് രാഹുൽ ഗാന്ധി നൗ. രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയങ്ങളിലെ പ്രതികരിക്കണം. അപ്പൊ ഇഫ് യു ക്രിയേറ്റ് ദ ഇഷ്യൂ, നരേന്ദ്രമോദി ടു
We'll have to respond to it in his own style, maybe sarcastic style. Upon basically, Rahul Gandhi has somehow learned the tricks which BJP always uses, basically. ശരി ശരി ശ്രീ കെ സോമൻ, അങ്ങേക്ക് മറുപടി പറയാം. ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രിയെ പരിഹസിക്കട്ടെ, ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ പരിഹസിക്കാൻ പാടുണ്ടോ ശ്രീ വേണു? ആ പരിഹാസത്തിൽ ഒരു ഖേദപ്രകടനത്തിന് ഈ പ്രതിപക്ഷത്തെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവ് തയ്യാറായിട്ടുണ്ടോ? ഇന്ത്യ മുന്നണി അത്തരമൊരു പ്രതികരണം വേണമെന്ന് ആവശ്യപ്പെടുമോ? പ്രധാനമന്ത്രിയെ പരിഹസിക്കട്ടെ, അത് രാഷ്ട്രീയമാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും, അത് രാഷ്ട്രീയമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ ഭരണഘടനാ പദവിയിൽ അത്യുന്നതമായ നിലവാരം പുലർത്തുന്ന രാഷ്ട്രപതിയെ പാർലമെന്റിന് പുറത്ത് ഈ രാഹുലിൻ്റെ അമ്മ പരിഹസിച്ചില്ലേ? അത് ന്യായീകരിക്കപ്പെടുന്നതാണോ? അതിൽ ഖേദം പ്രകടിപ്പിക്കാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി തയ്യാറാണോ? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ മറുപടികൾ അവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധി അല്ല. ഇലക്ഷൻ കമ്മീഷനകത്ത് ഇവർക്ക് സംശയമുണ്ടെങ്കിൽ ഇവർ സുപ്രീം കോടതിയെ ശരി ശരി ഡോക്ടർ ജിൻഡോ വേഗം മറുപടി. വസ്തുതയില്ല എന്നും ഡോക്ടർ ജിൻഡോ, ഇവിടെ ഇപ്പോ ഈ മഹാരാഷ്ട്രയുടെ കാര്യത്തിലും ഏറ്റവും പ്രധാനമായും രാഹുൽ ഗാന്ധി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം പിന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ വലിയ അട്ടിമറി നടന്നിരിക്കുന്നു എന്നാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 സീറ്റും ഡൽഹിയിൽ മോദി കൊണ്ടുപോവുകയാണ്. മോദിയുടെ തരംഗം തുടങ്ങിയ കാലവുമാണ്. 2015 ആപ്പാണ് അവിടെ തൂത്തുവാരുന്നത്. 2019 വീണ്ടും മോദി തരംഗം, 7 സീറ്റും കൊണ്ടുപോവുകയാണ് മോദി. 2020 ഡൽഹിയിൽ അങ്ങനെയല്ല, ആപ്പ് തന്നെ ഭരണ തുടർച്ചയിലേക്ക് വരുന്നു. അതുകൊണ്ട് ഈ ലോക്സഭ തൊട്ട് ശേഷം വരുന്ന നിയമസഭ, അതിലെ താരതമ്യം എത്രമാത്രം യുക്തിഭദ്രമാണ് എന്നതും കൂടെ അങ്ങയുടെ മറുപടിയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഡോക്ടർ ജിൻഡോ. വേണു, ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 140 സീറ്റുകളിൽ പോൾ ചെയ്തതിനേക്കാൾ അധികം വോട്ട് എണ്ണി എന്ന് പറഞ്ഞ് പൂനം അഗർവാളിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അത് നിഷേധിക്കാൻ ഈ രാജ്യത്ത് BJPക്കോ ഇലക്ഷൻ കമ്മീഷനോ സാധിച്ചിട്ടില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് എന്തേ പൂനം അഗർവാൾ എന്ന് പറഞ്ഞ റിപ്പോർട്ടർക്കെതിരെ കേസെടുക്കാൻ ഇവർ തയ്യാറാകാതിരുന്നത്? ഈ രാജ്യത്തിൻ്റെ പരമമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെതിരെയല്ലേ അവർ ആരോപണം ഉന്നയിച്ചത്? ഞങ്ങളത് എൻഡോഴ്സ് ചെയ്യാണ്. കാരണം എന്താ അറിയോ, ഒരു മണ്ഡലത്തിൽ 2 വോട്ട് മുതൽ 3811 വോട്ട് വരെ അധികം എണ്ണിയ ചരിത്രമുണ്ട് 140 മണ്ഡലങ്ങളിൽ. അത് ചിലയിടങ്ങളിൽ 16,000 വോട്ട് വരെ കുറവ് എണ്ണിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സാഹചര്യം എന്താ? 140 മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായിട്ട് അവർ പണി നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇനി ഇതൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കൂ എന്ന്. ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ VVPAT പിന്നെ എന്തിനാണ് നമ്മൾ ആവിഷ്കരിച്ചത്? VVPAT ഇവന്മാർക്കെല്ലാവർക്കും കൂടി പുഴുങ്ങി ഉരുട്ടി തിന്നാനാണോ? അപ്പോൾ എന്തെങ്കിലും സംശയം ഈ ഇലക്ഷൻ വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് VVPAT. അത് എണ്ണണം എന്ന് പറഞ്ഞിട്ട് എന്താ ഇതിന് സാധിക്കാത്തത്? അപ്പോൾ ഇതിനെ ചൊല്ലി ഞങ്ങൾ കോടതിയിൽ ചെല്ലുമ്പോൾ ഇവർ പറയുന്നു കോടതിക്ക് വിശ്വാസമില്ലെന്ന്. ഏത് കോടതിയാണ് സാർ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? രഞ്ജൻ ഗൊഗോയ് ഇരുന്ന സുപ്രീം കോടതിയോ, അല്ലെങ്കിൽ P സദാശിവം ഇരുന്ന സുപ്രീം കോടതിയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രംഗനാഥ് മിശ്ര ഇരുന്ന ഹൈക്കോടതിയോ, SK യാദവിന്റെ ഇപ്പോഴും അലഹബാദ് ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി ആയിട്ടുള്ള SK യാദവ് ഇരിക്കുന്ന കോടതിയോ? ഏത് കോടതിയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? സംഘപരിവാറിന് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന ആ ഏമാന്മാരൊന്നും ഈ രാജ്യത്തിന്റെ നീതി നിർവഹണ സംവിധാനത്തെ പരിപാലിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അപ്പൊ ഈ കോടതിക്കും അപ്പുറത്ത് ജനകീയ കോടതിയിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ ക്യാമ്പയിൻ ഉയർത്തും. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനപ്പുറം ഈ രാജ്യത്തെ സാധാരണക്കാർ വരെ ജിൻഡോയോട് ചോദിക്കാനുള്ള ഒരു വിനയപൂർവ്വമുള്ള ഒരു ചോദ്യം. ജിൻഡോ, ഈ VVPAT നിശ്ചിത പോളിംഗ് ബൂത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര ശതമാനം VVPATകൾ ഈ മഹാരാഷ്ട്രയിൽ എണ്ണിയില്ലേ? അങ്ങയുടെ പാർട്ടിയുടെ ഏജന്റുമാർ ആ എണ്ണുന്ന സ്ഥലത്തുണ്ടായിരുന്നില്ലേ? വ്യത്യാസമുണ്ടായിരുന്നോ? അത് എന്താണ് അങ്ങ് മറച്ചു വയ്ക്കുന്നത്? അതിനൊന്ന് ഉത്തരം പറയൂ ജിൻഡോ. ഞാൻ അങ്ങനെ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, താങ്കൾ പറഞ്ഞല്ലോ കേരളത്തിൽ വോട്ടിരട്ടിപ്പ് എന്ന്. നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് കോൺഗ്രസിനും CPM-നും BJPക്കും ഒക്കെ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്നതാണ് വോട്ടിരട്ടിപ്പ്, കള്ളവോട്ട് എന്നൊക്കെ. പക്ഷേ കഴിഞ്ഞ പാലക്കാട് ബൈ ഇലക്ഷന്റെ സമയത്ത് വോട്ടിരട്ടിപ്പിനെ കുറിച്ച് കൃത്യമായി രേഖയുള്ള ഒരാളുണ്ടായിരുന്നു, BJPയുടെ ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹം എന്താ പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരാതിരുന്നത്? കൃത്യമായിട്ട് നാട്ടുകാർ പിടിക്കുമെന്നറിയാം. വോട്ടിരട്ടിപ്പ് ആരുടെയാണെന്ന് ഇപ്പൊ ചരിത്രം മനസ്സിലായില്ലേ? എന്നെ കൊണ്ട് കൂടുതൽ വിശേഷം പറയുന്നത് VVPAT മഹാത്മ്യം പറയുമ്പോൾ ശ്രീ കെ സോമൻ അങ്ങ് മനസ്സിലാക്കേണ്ടത് ജിൻഡോവിന് എതിർചേരിയാണ്.
നിങ്ങളുടെ കൂട്ടത്തിൽ മോദി അണച്ചു നിർത്തിയ ഒരാളുണ്ടല്ലോ, രാജ് താക്കറെ, മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ നേതാവ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം പ്രസ്താവന അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടതാണല്ലോ അങ്ങയുടെ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ ഒരു നേതാവ് അയാൾ മത്സരിച്ച സ്ഥലത്ത് ഞങ്ങൾക്കുള്ള ഒരു വോട്ട് പോലും പോൾ ചെയ്യപ്പെട്ടില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ രാജ് താക്കറോട് ചോദിക്കുകയുണ്ട്, എന്താ ഇത്രയും വൈകിയത് ഈ പ്രതികരണം നടത്താൻ? അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ വിശദാംശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ ജിൻഡോയുടെ വിവിപാറ്റിന്റെ കാര്യം തിരക്കുന്നതിനിടയിൽ രാജ് താക്കറയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ കൂടി അങ്ങ് തേടണം. ഡോക്ടർ ജിൻഡോ തുടരാം. ഇനി ഇവർ പറയുന്നത് നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ കൃത്യ നിർവഹണത്തിലെ സംശയം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അത് പ്രാകൃത യുഗമാണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എങ്ങനെ വന്നു എന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ അത് പ്രാകൃത യുഗത്തിലെ ചോദ്യമാണ്. പാത്രം കൊട്ടിക്കൊണ്ട് കൊറോണ വൈറസിനെ അകറ്റുന്നത് പ്രാകൃത യുഗത്തിലെ ചോദ്യമാണ്. അത് നമ്മൾ ചോദ്യം ചെയ്താൽ മോശപ്പെട്ട കാര്യമാണ്. ഗോമൂത്രത്തിൽ ചാണകം കലക്കി കഴിക്കുന്നത് കാര്യമാണ്. ആധുനിക പുരോഗമന യുഗത്തിലെ കാര്യമാണ്. ഇനി ഒരൊറ്റ കാര്യം, ഈ ഡൽഹി ഇലക്ഷനെ കുറിച്ച് താങ്കൾ പറയുന്നുണ്ടല്ലോ. ഡൽഹി ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഡൽഹി ഇലക്ഷൻ പോലും ഞങ്ങൾ സംശയിക്കുന്നു. കാരണം ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പ് എന്തുകൊണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല, നടപ്പാക്കിയില്ല എന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ആ ചേതോപകാരത്തെ പോലും സംശയിക്കണം. കാരണം നിങ്ങൾ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞല്ലോ, അവിടുത്തെ മധ്യവർഗത്തിൽ ഈ മധ്യവർഗം എന്ന് പറഞ്ഞാൽ 7.5 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് യാതൊരു ഗുണവുമില്ല. 7.5 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയ്ക്ക് വരുമാനമുള്ള ആളുകൾക്ക്, തുലവും തുച്ഛമായിട്ടുള്ള ആളുകൾക്ക് മാത്രം ഗുണപ്പെടുന്ന ഒരു ബജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ആദായ ബഡ്ജറ്റ് എന്ന് ഈ രാജ്യം മുഴുവനുള്ള മാധ്യമങ്ങളിലൂടെ പുലമ്പിക്കൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് ഡൽഹി ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ അതിനു വേണ്ടിയിട്ട് 2 ദിവസം മുന്നോട്ടാക്കി കൊടുത്തു എന്ന് വേണം ഞങ്ങൾ സംശയിക്കുന്നത്. രണ്ടാമത് താങ്കൾ പറഞ്ഞു രാഷ്ട്രപതിയെ അധിക്ഷേപിച്ചു എന്ന്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ അധിക്ഷേപിച്ചത് BJP ആണ്. കാരണം രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നിന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്തിയത് എന്തിന്റെ പേരിലാണെന്നുള്ളതിന്റെ മറുപടി പറയാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, നിങ്ങൾ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്ക് ഓട്ടയിട്ട് രാമനെ വരെ അധിക്ഷേപിച്ച പിന്നെ നിങ്ങൾ പറയുന്നു അല്ല, നിങ്ങൾ രാഷ്ട്രപതി ഭവന് എങ്ങനെ പരാതി ഉണ്ടാകുക? നിങ്ങൾ എഴുതി കൊടുക്കുന്ന കച്ചിട്ട് വായിക്കുന്ന രാഷ്ട്രപതി ഭവന് എന്ത് പരാതി ഉണ്ടാകുന്ന നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഏത് പരാതിയെ കുറിച്ചാണ് പറയുന്നത്? ഉന്നത കുലജാതർ ഭരിച്ചാൽ ആദിവാസികൾക്ക് നീതി ഉണ്ടാകുന്ന അപ്പൊ ഈ ഉന്നത കുലജാതരുടെ പിട്ടൂരത്തിന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എന്ത് പരാതി ഉണ്ടാവുന്ന താങ്കൾ ഈ പറയുന്നത്? താങ്കൾ പിന്നെ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വിദേശ നിക്ഷേപം സ്വീകരിച്ചു വന്ന് വിദേശ നാണ്യം വർധനവ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ രൂപയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്? ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2014 നിങ്ങളുടെ നരേന്ദ്രമോദി പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന നേതാവിന്റെ കഴിവുകേടാണെന്നല്ലേ പറഞ്ഞത്, രൂപയുടെ മൂല്യം ഇടിയുന്നത്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ കഴിവുകേടിന്റെ പരകോടിയിലെത്തി നിൽക്കുകയല്ലേ, രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? വിദേശ നാണ്യം ഇങ്ങനെ സ്വീകരിച്ച് കുന്നുകൂട്ടുന്നുണ്ടെങ്കിൽ, മേക്ക് ഇൻ ഇന്ത്യയിലൂടെ കുന്നുകൂട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് രൂപയുടെ മൂല്യം ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നത്? പിന്നെ നിങ്ങൾ പറയുന്നത് കപ്പൽ നിർമ്മാണം ഒക്കെ ഉണ്ടാക്കിയത് ഈ മേക്ക് ഇൻ ഇന്ത്യ വന്നതിന് ശേഷമാണെന്ന്. അതിനു മുമ്പ് ഈ രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയെ വിറപ്പിച്ച് വിട്ടിട്ടില്ല. ഈ രാജ്യം പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടില്ല. ഈ രാജ്യം ബംഗ്ലാദേശിന് രൂപം കൊടുത്തിട്ടില്ല. ഈ രാജ്യം അതിർത്തിയിൽ നിന്ന് വരുന്ന യാതൊരു വെല്ലുവിളികളെയും ഭീഷണികളെയും നേരിട്ടിട്ടില്ല. ഇവിടെ കപ്പലുണ്ടായില്ല, ഇവിടെ വിമാനം ഉണ്ടായില്ല, ഇവിടെ പട്ടാളക്കാർക്ക് തോക്കും ഉണ്ടായില്ല. ഇതെല്ലാം വന്നത് 2014 ശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. എന്തൊക്കെയാണ് സോമൻ സാറേ ഈ പറയുന്നത്? സോമൻ വേഗം മറുപടി. അതിനുശേഷം എനിക്ക് റഹീമിലേക്ക് പോകണം. ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയവുമാകുന്നു. ജിൻഡോ INS വിക്രാന്തിനെ കുറിച്ച് അംഗീകരിക്കാൻ തയ്യാറല്ല. ജിൻഡോ ഇവിടെ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് അംഗീകരിക്കാൻ തയ്യാറല്ല. മോദി വിരുദ്ധതയാവാം ശ്രീ ജിൻഡോ, പക്ഷെ ദേശവിരുദ്ധതയാവരുത്. നമ്മുടെ നാട്ടിലെ തൊഴിൽ സമൂഹം ഇത് കാണുന്നുണ്ട്. ഈ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലൂടെ പുതിയ തൊഴിൽ മേഖല കണ്ടെത്തിയ ചെറുപ്പക്കാർ ഇത് കാണുന്നുണ്ട് ശ്രീ ജിൻഡോ. ചാണകത്തെ കുറിച്ച് പറയുമ്പോ കേരളത്തിലാണല്ലോ ഇവിടെ നരബലി നടക്കുന്നത്. ജിൻഡോ കാണുന്നില്ലേ നരബലി? നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയാണല്ലോ ഈ കേരളം ഭരിക്കുന്നത്. ഇവിടെ നരബലി നടക്കുന്നതിൽ നാണം തോന്നുന്നില്ലേ ശ്രീ ജിൻഡോയ്ക്ക്? തോന്നുന്നില്ലേ എന്നിട്ട് നിങ്ങൾ പറയുകയാണോ എന്താണ് അച്ഛനെയും അമ്മനെയും ചുട്ടുകൊല്ലുകയാണ് ഈ കേരളത്തിൽ? അതങ്ങ് കാണുന്നില്ലേ ജിൻഡോ? ജിൻഡോ അങ്ങ് പ്രസംഗിച്ചു പോകുമ്പോ മോദി വിരുദ്ധതയാവാം, പക്ഷേ ഈ നാടിന്റെ വികസനത്തെ അങ്ങ് കാണാതെ പോകണ്ട. അങ്ങനെ കാണാതെ പോകണ്ട ജിൻഡോ. അറിയാൻ മനസ്സിലായില്ലേ? അങ്ങ് പ്രസംഗിച്ചു പോക്കോളൂ. പക്ഷേ ജനങ്ങൾ ഇത് കാണുന്നത് കൊണ്ടാണ്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ജിൻഡോ? ഡൽഹി ഇലക്ഷനിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? നിങ്ങൾക്ക് പ്രതീക്ഷയില്ല. ശ്രീ സോമനന്ദ സഹകരിക്കണം, ജിൻഡോ സഹകരിക്കണം. അവസാനമായി ശ്രീ AA റഹീം. ശരി ഡോക്ടർ ജിൻഡോ, ശരി അവസാനമായി ശ്രീ AA റഹീം. എപ്പോഴും BJPയുടെ പിടിവള്ളി എന്ന് പറയുന്നത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ സംശയിക്കുന്നു, പക്ഷേ സുപ്രീം കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് തിരിച്ചടി നേരിട്ടില്ല എന്നാണ്. അതിനുള്ള മറുപടി എന്താണ്?
ഇല്ല, നിയമ സംവിധാനത്തെ ആകെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന അഭിപ്രായമൊന്നും ജിൻഡോ പ്രകടിപ്പിച്ചതുപോലെ എനിക്കില്ല, ഞങ്ങളുടെ പാർട്ടിക്കുമില്ല. എന്നാൽ നിയമ സംവിധാനത്തിൽ നിന്ന് വരുന്ന ചില തെറ്റായ വിധികളെ ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ വിമർശിച്ചിട്ടുമുണ്ട്. അത് വിമർശനത്തിന് അതീതവുമല്ല. പക്ഷേ പ്രശ്നം ഇവിടെ അതല്ല. ഞാൻ അതുകൊണ്ട് തന്നെ ലീഗൽ ഫൈറ്റ്, ഇപ്പോൾ ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതിയിൽ കേസ് നടത്തുകയാണ് കേരള ഗവൺമെൻറ് തന്നെ. നിയമത്തെ ആ നിലയിൽ തന്നെ കാണുക എന്നുള്ളതാണ്. ബുൾഡോസർ രാജിനെതിരെ സഖാവ് ബൃന്ദ കാരാട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. ഇങ്ങനെ ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ സംഫല വിഷയങ്ങൾ നിർത്തിവെക്കുന്നതിൽ ഞാൻ അപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇവിടെ ശ്രീ സോമനോട് ചില BJP പ്രതിനിധിയോട് ചില കാര്യങ്ങൾ പ്രതികരിക്കാനുണ്ട്. രണ്ട് കാര്യങ്ങളാണ്, സമയമില്ലാത്തതുകൊണ്ട് അത്രേ പറയുന്നുള്ളൂ. ഒന്ന്, അദ്ദേഹം നേരത്തെ പറഞ്ഞു പാരമ്പര്യത്തിലും ഭാരതീയ സംസ്കാരത്തിലും ഞങ്ങൾ അഭിമാനിക്കുന്നവരാണ്. എന്താണ് സാറേ ഈ ഭാരതീയ സംസ്കാരം? ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ ക്രക്സ് എന്താണ്? വസുധൈവ കുടുംബകമല്ലേ? രാമായണത്തിൻ്റെ ബേസ് എന്താണ്? നിങ്ങൾ പറയുന്ന രാമായണത്തിൻ്റെ ബേസ് എന്താണ്? അത് അന്യനെ കൊല്ലലല്ലോ. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കൂ, അവിടെ പറഞ്ഞല്ലോ ക്രൗഞ്ചമിഥുനങ്ങളിലൊന്ന് ഇണചേർന്നിരുന്നപ്പോൾ അതിലൊന്നിനെ അമ്പെയ്ത് നിലത്തിട്ട മാനിഷാദയാണല്ലോ അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. വസുധൈവ കുടുംബം. ഇനി പോട്ടെ, ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ചാർവാകന്മാർ. ഇല്ല ദൈവം ദേവശാപങ്ങൾ പരേതർക്കു ചെന്നിരിക്കാനില്ല സ്വർഗവും നരകവും മുജ്ജന്മമില്ല പുനർജന്മമില്ല ഒറ്റ ദൈവം ഒറ്റ ജന്മം നമുക്ക് ഈ ഒറ്റ ജീവിതം എന്ന് പറഞ്ഞത് ചാർവാകന്മാരാണ്. ഞാൻ കോട്ടയത് കുരിപ്പുഴയുടെ കവിതയാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം ചേരുന്നതാണ്. അങ്ങനെ അതുകൊണ്ട് നിങ്ങളീ പറയുന്ന ആർഷഭാരത സംസ്കാരം, നിങ്ങളുടെ സോക്കോൾഡ് ആർഷഭാരത സംസ്കാരം, അത് സംഘപരിവാറിൻ്റെ വീട്ടിൽ പോയി പറയേണ്ട കാര്യമുള്ളൂ. അത് ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ എന്തോ വലിയ സംവിധാനം, നിങ്ങൾ അതിൻ്റെ അംബാസഡർമാരാണെന്ന് പറയാൻ നിൽക്കരുത്, അത് വേറെയാണ്. ഇനി നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് കേട്ടു രാഷ്ട്രപതി അപമാനിച്ചു എന്ന്. ഞാൻ ശ്രീമതി സോണിയാഗാന്ധിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റും ആ പ്രസ്താവനയും ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് വേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ, ഭരണഘടനാ പദവി വഹിക്കുന്നയാളെ അപമാനിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഭരണഘടന ഉണ്ടാക്കിയ ആളുകളിൽ ഒരാളായ അംബേദ്കറെ അപമാനിച്ചതിനെക്കുറിച്ച് എന്തേ നിങ്ങൾ ഇതുവരെ മാപ്പ് പറയാത്തെ? ഇതുവരെ പറഞ്ഞില്ലല്ലോ അമിത്ഷാ മാപ്പ് പറഞ്ഞതിനെക്കുറിച്ച്. എന്ത് പറഞ്ഞോ? മാപ്പ് പറഞ്ഞോ? ഇപ്പം നിങ്ങൾക്ക് എന്ത് ആകാമെന്നാണോ? ശരി, അങ്ങനെ പറയരുത്. ഇനി പിന്നെ മേക്കിംഗ് ഇന്ത്യ, രാജ്യത്തിൻ്റെ തൊഴിൽ ശക്തി കാണുന്നുണ്ടത്രേ. മേക്കിംഗ് ഇന്ത്യ, വന്ദേ ഭാരത്. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. അങ്ങനെ നിങ്ങളുടെ മേക്കിംഗ് ഇന്ത്യയും നിങ്ങളുടെ ഇൻഡസ്ട്രിയൽ കയറ്റുമതിയൊക്കെ ഇപ്പോൾ വാചാലയല്ലോ ഇവിടെ. എങ്കിൽ എന്തുകൊണ്ട് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നില്ല എന്ന്? നിങ്ങളുടെ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ സാമ്പത്തിക വളർച്ച താഴേക്ക് പോവല്ലേ? അതിൻ്റെ അർത്ഥം നിങ്ങളിതൊന്നും നടത്തുന്നില്ല, ഇതിൻ്റെ ഇമ്പാക്റ്റ് എക്കണോമിയിൽ ഉണ്ടാകുന്നില്ല എന്നല്ലേ? ഇനി തിരിച്ച് നിങ്ങൾ വന്ദേ ഭാരത് പറഞ്ഞല്ലോ. വേണു, ഞാൻ അങ്ങോട്ട് പറയാൻ ഒരു കാര്യം. ഓടുന്ന വന്ദേ ഭാരത് നമ്മുടെ ചെന്നൈയിലെ കമ്പനിയിൽ ഉണ്ടാക്കിയതാണ്, അത് കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ ടെക്നോളജിക്കലി നിങ്ങൾ എങ്ങനെയാണ് അതിനെ കൊണ്ടുപോകുന്നത്? 2 കമ്പനികളിലേക്ക്, ഇന്ത്യയിലെ വൻകിടമായ 2 പ്രധാനപ്പെട്ട കമ്പനികളിലേക്ക് ഇതിൻ്റെ മുഴുവൻ ടെക്നിക്കൽ ആസ്പെക്റ്റും അവരുടെ കയ്യിൽ മൊണോപ്പൊളി പോലെ കൊണ്ടു കൊടുക്കുകയാണ്. ആ എർണാകുളത്ത് ഡെവലപ്പ് ചെയ്യാനും അതിന് മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയുന്നില്ല. ശരി, അതുകൊണ്ട് നിങ്ങളീ പറഞ്ഞതിനെയൊക്കെ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കും അല്ലെങ്കിൽ ഇത്തരം കമ്പനികൾക്കും വേണ്ടി നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതല്ലാതെ തൊഴിൽ ശക്തി ചെയ്യുന്നത് അത് സ്വാധീനിക്കുന്നില്ല. ശരി, എന്തായാലും ഇന്ന് രാഹുലിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെയും മോദിയെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. മോദിയുടെ മറുപടിക്കായി കാക്കാം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.